അപ്പോൾ ഗൈസ് ലെറ്റ്സ് മേക്ക് പഴംപൊരി. അപ്പോൾ ഇന്ന് ഞാൻ സ്വന്തമായിട്ട് ആരുടെ ഹെൽപ്പും ഇല്ലാണ്ട് ഞാൻ പഴം പൊരിക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് ടൈമാട്ടോ ഞാൻ ഒറ്റയ്ക്ക് പൊരിക്കുന്നത്. പഴം മേടിച്ചിട്ട് കുറേ ദിവസമായി. മൈദപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പഴം പൊരിക്കാറുന്നത്. ഇന്ന് പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പഴം കട്ട് ചെയ്യുമ്പോൾ നല്ല സൺലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് സൺലൈറ്റും വീഡിയോയും അടിപൊളിയാവില്ല. ഞാൻ ആദ്യം പഴം 4 പീസാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാബ വന്നിട്ട് പറഞ്ഞത് എന്ത് കട്ടിയ പഴം, ഒരു പഴം 6 പീസാക്കണം. അങ്ങനെ പഴമൊക്കെ കട്ട് ചെയ്ത് സെറ്റായി. ഇനി നമുക്ക് മാവ് സെറ്റാക്കാം. മാവിന് ഞാൻ എടുത്തിട്ടുള്ളത് മൈദപ്പൊടി, മഞ്ഞൾ, ഉപ്പ്, പഞ്ചസാര ആൻഡ് ചെറുതായിട്ട് ഞാൻ കുറച്ച് വീട്ടിൽ ബാക്കി ഉണ്ടായിരുന്ന ഇഡലി മാവും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ട്രൈ വാട്ട്സ് ഇറ്റ് ആപ്പൻ. ഇനി ഇതൊക്കെ ഒരു കട്ട പോലും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കുറച്ച് നേരത്തെ മിക്സിങ്ങിന് ശേഷം നമ്മുടെ മാവ് ഇതേ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ലെറ്റ്സ് പുട്ട് ചട്ടി ഓൺ ദ അടുപ്പ് ആൻഡ് ടേൺ ഓൺ ദ സ്റ്റൗ. ഇനി ഇതിത്തെ വെള്ളം വറ്റണമെങ്കിൽ കുറച്ച് നേരം കാത്തു നിൽക്കണുണ്ട്. അപ്പോൾ വെള്ളം വറ്റിയതിൻ്റെ ശേഷം ഞാൻ എടുത്തിട്ടുള്ള എണ്ണയാണ് ഇത്. ഏതോ ഒരു ഫ്ലവറിൻ്റെ ഏതോ ഒരു എണ്ണ. അത് കുറച്ച് എണ്ണയ്ക്ക് പഴത്തിന് മുങ്ങിക്കെടുക്കാനുള്ള രൂപത്തിൽ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ ഓട്ടാണെങ്കിൽ ഒരു ചെറിയ ഓട്ടം, അതികൂടെ എണ്ണ വരണ്ടേ. ഇടയ്ക്ക് ബ്ലിങ് ബ്ലിങ് എന്നിട്ട് തെറിക്കുന്നുണ്ട്. താഴ്ചക്കൊക്കെ കുറച്ച് എണ്ണ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. ഈ പരിപാടി സോ സിമ്പിൾ. പാത്രത്തിലേക്ക് ബനാന ഇടുക, മുക്കുക, എടുക്കുക, ഇടുക ഇൻടു ദ ഹോട്ട് എണ്ണ. അങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടോ. ഞാൻ കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. കാണാൻ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോന് ബൈ.